ഇതാണ് നമ്മുടെ നായിക. മോളെയും കൂട്ടുകാരെയും ഒന്നും മ്യൂസിക് പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന എക്സ് ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നത്. ആള് ഒരു ട്രെക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബാഗും പാക്ക് ചെയ്ത് നിൽക്കാൻ നേരത്താണ് ഇവരുടെ വരവ്. അങ്ങനെ കോച്ചലയിലെത്തി. അവിടെ എത്തിയപ്പോൾ ആൾക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു വാനിലങ്ങ് കയറി പോവാണ്. വാഷ്റൂം എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരി കയറുന്നതെങ്കിലും അത് അവിടുത്തെ ഒരു മെയിൻ സിംഗറിന്റെ കാരവാനായിരുന്നു. വാഷ്റൂമിൽ പോകാൻ തോന്നിയാൽ പോയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് അവര് മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് അവിടുത്തെ മെയിൻ സിംഗറാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ മോക്ക് നിങ്ങളെ അറിയാം എന്നൊക്കെ പറഞ്ഞ് അവർ ചിറ്റാറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഓൾറെഡി ഈ ആർട്ടിസ്റ്റിനെ അമ്മേനെ അറിയാം. അങ്ങനെ അവരെല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നായികനെ. നമ്മുടെ നായികയ്ക്ക് സ്വന്തമായിട്ട് ആർട്ട് ഗാലറി ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ നായകൻ ഹെയ്സ് ക്യാമ്പൽ നായകൻ അന്വേഷിച്ചു വരുവാണ്. അവസാനം ആളിങ്ങനെ എല്ലാത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു എല്ലാം കൂടെ പാക്ക് ചെയ്തോ, ഞാൻ എല്ലാം മേടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് അവര് ഫ്രണ്ടിന്റെ ആർട്ട് ഗാലറി കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അതിനുശേഷം നമ്മുടെ നായകന് ബർഗർ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യങ്ങളും പേഴ്സണൽ ലൈഫൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ അവർക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ നായികയുടെ മോള് സമ്മർ ക്യാമ്പിന് പോയേക്കുവാണ്. അങ്ങനെ ഹെയ്സ് നായിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ന്യൂയോർക്കിലേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നായക ഹെയ്സിന്റെ പാട്ടൊക്കെ യൂട്യൂബിലിരുന്ന് നോക്കിയതിന് ശേഷം അപ്പൊ തന്നെ ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നുണ്ട്. ഹെയ്സ് നായകനെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് കിളി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് ഭയങ്കര രീതിക്ക് ഫൺ മൂമെന്റ്സ് ഒക്കെ അവിടെ എൻജോയ് ചെയ്ത്. ഹെയ്സ് തന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ നായിക കൂടെ വന്നപ്പോഴത്തേക്കും ആള് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ജോളിയായി, ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഗേൾഫ്രണ്ടാന്ന് പറയുന്നില്ല, ഇങ്ങനെ കൂടെ വരുന്ന സ്റ്റൈലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ മോള് വിളിക്കാൻ നേരത്ത് നായിക എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ആളുടെ ക്വസ്റ്റ്യൻസ് എന്ന് വഴുതി മാറുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹെയ്സും നായികയും കൂടെ ഒരു ഡിന്നർ നൈറ്റിന് പോയപ്പോഴത്തേക്കും ആരോ ഫോട്ടോ എടുത്തിട്ട് അവരുടെ മൂമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ടിരുന്ന് സംസാരിക്കാൻ നേരത്ത് നായിക പറയുന്നുണ്ടായിരുന്നു ഹെയ്സ് ആൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ അവരുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, അയ്യോ അതവൻ എല്ലാവർക്കും പാടിക്കൊടുക്കും, അവന് നോർമലി ഓൾഡ് വുമനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നായികയും ഹെയ്സും തമ്മിൽ ഫൈറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവര് അതിനുശേഷം അപ്പൊ തന്നെ തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെയ്സിനെ സ്റ്റിൽ മനസ്സിൽ വിചാരിച്ച് നാട്ടിലെത്തിയപ്പോഴത്തേക്കും ആളുടെ എക്സ് ഹസ്ബൻഡും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വൈഫ് പറയുന്നുണ്ടായിരുന്നു, നീ എങ്ങനെ ഇയാളെ സഹിച്ചത്, ഞാൻ ഇയാളെ അധികം വൈകാതെ കളയും എന്നുള്ള കാര്യം. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഹെയ്സ് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, ഇന്റർനെറ്റിൽ നിന്ന് മാറി നിൽക്ക്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ക്യാമ്പിലേക്ക് പോയപ്പോഴാണ് എല്ലാവരും വന്നിട്ട് ഇവരെ തന്നെ നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് പോകുന്നുണ്ടായിരുന്നു. നായികയ്ക്ക് ആകെ ഒരു സ്ട്രെസ്സേ ഉള്ളൂ, ഇതെങ്ങനെ മോളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യത്തില്. അങ്ങനെ മോൾ ആദ്യം നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നായികയുടെ മനസ്സിലുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കി ആൾക്ക് ഇഷ്ടമാണോ ഹെയ്സിനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആള് ഫെമിനിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മോള് പറഞ്ഞ് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ പോയി സംസാരിക്കും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നായികയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഹെയ്സിനെ കാണാൻ വേണ്ടിയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്ന നായികനെ കണ്ടപ്പം ഹെയ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാം എന്നുള്ള കാര്യം. അങ്ങനെ മോള് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും വേണ്ട, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാം, അപ്പൊ ഈ ഒരു ഹെയ്റ്റ് കമന്റ്സും എല്ലാം മാറും. അങ്ങനെ നമ്മുടെ നായികയും ഹെയ്സും കൂടെ പബ്ലിക് ആക്കുവാണ് അവരുടെ റിലേഷൻഷിപ്പ്. പുറത്തു പോകുന്നു, കോഫി കുടിക്കുന്നു, അങ്ങനെ ഇറ്റ്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഫുള്ള് ഇവർക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞ്, നീ വല്ല അറിയുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, നായിക പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ മോള് ഹസ്ബൻഡിന്റെ പുറകെ പോകുന്നുണ്ട്. കാര്യം ഈ മോക്ക് സ്കൂളിൽ പോലും മര്യാദയ്ക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് മോളെയും കൊണ്ടിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പുറത്ത് മൊത്തം ഈ സോഷ്യൽ മീഡിയക്കാർ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അങ്ങനെ തിരിച്ച് സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കുമാണ് മോള് പറയുന്നത്, എൻ്റെ ക്രഷ് വരെ എന്നിട്ടിട്ട് പോയി എന്നുള്ള കാര്യം. അങ്ങനെ ആളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് നായിക എടുത്ത് നോക്കുന്നത്, ഇങ്ങനെ ഇത്രയും ബാഡ് ആയിട്ടാണ് കമന്റ്സ് വരുന്നത് എന്നുള്ള കാര്യം. ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ആകുന്നുള്ള കാര്യമൊക്കെ ഹെയ്സിന്റെ അടുത്ത് നായിക പറയുന്നുണ്ട്. ലൈക്ക് ഇത്രയും മൂത്തൊരു സ്ത്രീയാണ് അവര്, അതുകൊണ്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ബാഡ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നായിക ബ്രേക്കപ്പ് പറയുവാണ് നമ്മുടെ നായികന്റെ അടുത്ത്. രണ്ടുപേർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നായികയുടെ വീട്ടിൽ ഹെയ്സ് വരുന്നുണ്ട്. ഈ ഒരു സീനിൽ മനസ്സിലാവും അവർക്ക് രണ്ടുപേർക്കും എത്ര ഇഷ്ടമാണ് തമ്മിൽ എന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് രണ്ടുപേരും തമ്മിൽ പറഞ്ഞ്
ഒഴിവാക്കുക. അവരുടെ ബോണ്ട് നല്ല രീതിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മൂവിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും തമ്മിൽ പിരിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. 5 വർഷത്തിന് ശേഷം നമ്മുടെ നായികനെ മോള് വിളിക്കുന്ന സീന് കാണിച്ചിട്ടാണ് മൂവി കണ്ടിന്യൂ ആവുന്നത്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. മോള് വലുതായി, മോള് പുറത്താണ്, നായികയ്ക്ക് നായികയുടെ ആയിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടി, നായികയുടെ ലൈഫ് ഇനി നായികയുടെ ഓരോ മൂമെന്റ്സ് കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ അഫക്റ്റ് ആവത്തില്ല എന്നുള്ള കാര്യത്തിലേക്ക് എത്തി. അങ്ങനെ ഹേസിന്റെ ഒരു പാട്ട് നായിക ഇങ്ങനെ കാണുവാണ്, ഇന്റർവ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഹേസ് പറയുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം. നായികയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ല എന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ നായിക ആർട്ട് ഗാലറിയിൽ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഹേസിന്റെ സൗണ്ട് കേട്ടിട്ട് നായിക വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നായികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ലൈക്ക് സന്തോഷത്തിനെക്കാട്ടി ഉപരി അവരുടെ ഇമോഷനാണ് അതിൽ, അവരുടെ വിഷമവും അവരുടെ ആ ഒരു ഒളിപ്പിച്ചു വെച്ച ആ ഒരു ഇമോഷൻസ് ആണ് ഇങ്ങനെ പുറത്തു വരുന്നത്. അവർക്ക് തമ്മിൽ ഇഷ്ടമാണ്, പക്ഷെ ഏജ് എന്നുള്ളൊരു ഫാക്ടർ കൊണ്ടിട്ട് ഇത്രയും സൈബർ ബുള്ളിങ് ഒക്കെ ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട്. ആള് ഇത്ര ഫേമസ് ആയതുകൊണ്ടിട്ട് നായികയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം അത് ഭയങ്കര രീതിക്ക് അവരെ അഫക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര രീതിയിൽ സന്തോഷത്തോടെ ആണ് തമ്മിൽ കാണുന്നത്. അവരിനി ഫ്രണ്ട്സ് ആയിരിക്കുമോ റിലേഷനിലാവുമോ എന്നുള്ള കാര്യമൊക്കെ പ്രേക്ഷകർക്ക് വിട്ടുവന്നുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്.